Hello everyone, good morning. Again we are in our next SS class. We completed one chapter from geography after the exam. Today we need to start from our history. Towns, traders and craftsmen. Sixth chapter. Fifth chapter we didn't study, that we no need to study that chapter. Today we need to study sixth chapter from your history, towns, traders and craftsmen. What about that chapter? What about the Indian towns, Indian traders and Indian craftsmen? During the medieval period, we are studying about the medieval period of India. During the medieval period, a large number of new towns developed in different parts of India. We get to know about these towns mainly from their archaeological remains and from various literary sources. എഴുതി വെച്ചിട്ടുള്ള സോഴ്സിൽ നിന്നും ഇവയുടെ അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് we could understand the medieval time towns of India. The towns that developed in medieval India were of different types. There were court towns, pilgrimage centers, trading towns, ports and various other types of towns. പലതരത്തിലുള്ള ടൗൺസ് ആയിരുന്നു മെഡീവൽ ടൈമിൽ ഉണ്ടായിരുന്നത്. കോർട്ട് ടൗൺ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കൊട്ടാരത്തിനെയാണ് കോർട്ട് എന്ന് പറയുന്നത്. രാജാവിൻ്റെ കൊട്ടാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഏരിയ ഒരു ടൗൺ. പിൽഗ്രിമേജ് സെൻറ്റേഴ്സ്, അതായത് ഏതെങ്കിലും ആരാധനാലയങ്ങൾ ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടൗൺ. ട്രേഡിംഗ് ടൗൺസ്, നല്ല കച്ചവടങ്ങൾ നടക്കുന്ന ഏരിയാസിൽ ഒരു ടൗൺ. പോർട്സ്, അതായത് കപ്പലടുപ്പിക്കുന്ന പ്ലേസിൽ ഒരു ടൗൺ. വേരിയസ് അതർ ടൈപ്സ് ഓഫ് ടൗൺസ്. ഇൻ ദിസ് ചാപ്റ്റർ യു വിൽ ലേൺ അബൌട്ട് സം ഓഫ് ദം. അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ്. ഫസ്റ്റ് കോർട്ട് ടൗൺസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ഭരിക്കുന്ന ഏരിയാസിലുള്ള ടൗൺസ്. ദ സെൻറ്റേഴ്സ് വർ മെഡീവൽ റൂളേഴ്സ് ഹെൽഡ് കോർട്ട് റാപ്പിഡ്ലി ഗ്രൂ ഇൻ ടു സിറ്റീസ്. അല്ലേ, മെഡീവൽ ടൈമിലുള്ള റൂളേഴ്സിൻ്റെ കോർട്ട് ഇരിക്കുന്ന പ്ലേസിൽ, കൊട്ടാരം ഇരിക്കുന്ന പ്ലേസിൽ സിറ്റീസ് ആയിട്ട് വളർന്നു. എമംഗ് സച്ച് സിറ്റീസ് വർ തഞ്ചാവൂർ, ഡൽഹി, ആഗ്ര, പാറ്റൻ, ലക്നൌട്ടി, ദൗലത്താബാദ് ആൻഡ് ഹാംപി. 3 സിറ്റീസ് ആയിരുന്നു കോർട്ട് ടൗൺസ് ആയിട്ടുണ്ടായിരുന്നത്. റോയൽ അറ്റൻഡൻസ്, നോബിൾസ്, ഒഫീഷ്യൽസ്, സോൾജിയേഴ്സ്, സ്കോളേഴ്സ്, ഫിസീഷ്യൻസ്, ആർട്ടിസ്റ്റ് ആൻഡ് entertainers settled in these cities to serve the ruler. What is saying? അല്ലേ, ആരൊക്കെയായിരുന്നു ഈ ടൗൺസിൽ ഉണ്ടായിരുന്ന ജോലിക്കാർ? റോയൽ അറ്റൻഡേഴ്സ്, അതായത് രാജാക്കന്മാരെ പരിപാലിക്കുന്ന ആളുകൾ. നോബിൾസ്, ഉദ്യോഗസ്ഥർ. ഒഫീഷ്യൽസ്, സോൾജിയേഴ്സ്, സ്കോളേഴ്സ്, അറിവുള്ള ആളുകൾ. ഫിസീഷ്യൻസ്, ആർട്ടിസ്റ്റ് ആൻഡ് എൻ്റർടൈനേഴ്സ്, അതായത് എൻ്റർടൈനേഴ്സ് മീൻസ് ഡാൻസേഴ്സ്. ഇവരെല്ലാം എൻ്റർടൈനറാണ്. കൊട്ടാരത്തിലുണ്ടായിരുന്ന ഡാൻസറില്ലേ അവരെല്ലാം. സെറ്റിൽഡ് ഇൻ ദീസ് സിറ്റീസ് ആൻഡ് സെർവ് ദ റൂളേഴ്സ്, രാജാക്കന്മാരെ സേവിക്കാനാണ് അവരവരെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദർ നീഡ്സ് ക്രിയേറ്റഡ് എ ഡിമാൻഡ് ഫോർ ഗുഡ്സ് സച്ച് ആസ്, ഇത്രയും ആളുകൾ ജീവിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഐറ്റംസ് വിൽക്കാനുള്ള കടകളും അവിടെ ഉണ്ടായി അല്ലേ. ഏതൊക്കെ? സിൽക്ക്, ഫൈൻ ഓർണമെൻറ്റ്സ്, ഡെക്കറേറ്റീവ് ഐറ്റംസ്, വെപ്പൺസ്, പേപ്പർ ആൻഡ് സോ ഓൺ. ഇത്രയും ഐറ്റംസും അവർക്ക് ആവശ്യമായിട്ട് വന്നു. കർക്കനാസ് അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് were set up for crafts such as weaving, leather working, metal working and paper making. Large numbers of mason, sculptors etc. ഇത്രയും ഇവരുടെ ആ ഡിമാൻഡുകൾ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്സ്, ഇവയെല്ലാം ഉണ്ടാക്കുന്ന സംഭവങ്ങളും സ്റ്റാർട്ട് ചെയ്തു. ഏതൊക്കെയാണ്? വീവിങ്, ലെതർ വർക്കിംഗ്, മെറ്റൽ വർക്കിംഗ് ആൻഡ് പേപ്പർ മേക്കിംഗ്. ലാർജ് നമ്പർ ഓഫ് മേസൺസ്, മേസൺ മീൻസ് കൽപ്പണിക്കാർ. സ്കൾപ്ചേഴ്സ്, പ്രതിമകൾ ഉണ്ടാക്കുന്ന ആളുകൾ എക്സെട്ര വെർ എംപ്ലോയ്ഡ് ടു ബിൽഡ് പബ്ലിക് വർക്ക്സ് ആൻഡ് മോണുമെൻറ്റ്സ്. പബ്ലിക് വർക്ക്സ്, മോണുമെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കുന്നതിന് ഇവരും ഇവിടെ എത്തിച്ചേർന്നു. ലേണിംഗ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഓൾസോ ഫ്ലോറിഷ്ഡ്, അല്ലേ, പഠിക്കുന്നതും അതുപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസും വളർന്നു ആ സിറ്റിയിൽ. ഓൾ ദിസ് ലെഡ് ടു റാപ്പിഡ് അർബനൈസേഷൻ. ഇതെല്ലാം എന്ത് ചെയ്തു? വലിയ രീതിയിൽ ടൗൺ വളരാൻ കാരണമായി അറ്റ് ദീസ് സെൻറ്റേഴ്സ്. ദ നെക്സ്റ്റ് ടെമ്പിൾ ടൗൺസ് ആണ്. നേരത്തെ പറഞ്ഞു പിൽഗ്രിമേജ് സെൻറ്റേഴ്സ്, ആരാധനാലയങ്ങൾ ഏതെങ്കിലും അവിടെ ഉണ്ടോ അവിടെ ടൗൺ ആയിട്ട് വളർന്നു. ടെമ്പിൾ ടൗൺസ് അല്ലെങ്കിൽ
പീൽഗ്രിമേജ് സെൻറ്റേഴ്സ്. മെഡീവൽ ഇന്ത്യയിൽ മെയിനായിട്ടും ടെമ്പിൾ ടൗൺസ് ആണ് ഉണ്ടായിരുന്നത്. ടെമ്പിൾസിനെ ലൊക്കേറ്റ് ചെയ്തിട്ടാണ് സിറ്റീസ് വളർന്നിരുന്നത്. ദ ടെമ്പിൾ അതോറിറ്റീസ് ഓഫൺ റിസീവ്ഡ് റോയൽ ഗ്രാൻഡ്സ് ഓഫ് ലാൻഡ്, അല്ലേ? അതായത് രാജാവിൻ്റെ കയ്യിൽ നിന്നും ടെമ്പിൾസിന് എപ്പോഴും ലാൻഡ് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. ഇൻ വിച്ച് ദേ കുഡ് കളക്ട് ടാക്സസ് വിത്തൗട്ട് പേയിങ് എനി ടാക്സസ് ദംസെൽസ്. സ്വന്തം ടാക്സ് രാജാവിന് പേ ചെയ്യാതെ ആ ലാൻഡിൽ നിന്നും അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റും. ദേ ഓൾസോ റിസീവ്ഡ് ഹ്യൂജ് ഡൊണേഷൻ ഫ്രം ഡിവോട്ടീസ്. മാത്രമല്ല അമ്പലത്തിൽ ആരാധിക്കാൻ വരുന്ന ക്യാഷുള്ള ആളുകളിൽ നിന്ന് ഒരുപാട് ക്യാഷും അവർക്ക് കിട്ടി. എസ്പെഷ്യലി റൂളേഴ്സ്, നോബിൾസ് ആൻഡ് വെൽത്തി മെർച്ചൻസ്. Thus many temples like the Somnath temple in Kathiawar became storehouses of wealth. കത്തിവാറിലുണ്ടായിരുന്ന സോംനാഥ് ടെമ്പിളിനെ പോലെയുള്ള ടെമ്പിൾസ് എല്ലാം എന്താണ് സമ്പത്ത് സൂക്ഷിക്കുന്ന ടെമ്പിളായിട്ട് മാറി. അത്രയും ക്യാഷ് അവരുടെ കയ്യിൽ എത്തിച്ചേർന്നു. ദിസ് വെൽത്ത് വാസ് യൂസ്ഡ് ഫോർ പെർഫോമിങ് എലാബറേറ്റ് റിച്വൽസ്. അമ്പലത്തിലുള്ള ആചാരങ്ങൾ ആർഭാടമാക്കാനും, ഓർഗനൈസിങ് ഫെയർസ്, മേളകൾ സംഘടിപ്പിക്കാനും, ഫെസ്റ്റിവൽസ് നടത്താനും, സെറ്റിംഗ് അപ്പ് ബാങ്ക് ആൻഡ് പ്രൊമോട്ടിംഗ് ട്രേഡ് നടത്താനൊക്കെയാണ് ഈ ക്യാഷ് യൂസ് ചെയ്തിരുന്നത്. ലാർജ് നമ്പർ ഓഫ് മെർച്ചൻസ്, ക്രാഫ്റ്റ്സ്മെൻ ആൻഡ് അതർ പ്രൊഫഷണൽസ് സെറ്റിൽഡ് ഇൻ ദ ഏരിയ അറൗണ്ട് ദ ടെമ്പിൾസ്. ടെമ്പിൾസിൻ്റെ ചുറ്റുമായിട്ട് ഈ ആളുകൾ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങി. ദേ catered to the needs of the local residents and visiting pilgrims, അല്ലേ? അതായത് ലോക്കൽ റെസിഡൻസ്, അവിടെ ജീവിക്കുന്ന ആളുകൾക്കും വിസിറ്റിംഗ് പിൽഗ്രിംസ്, അമ്പലത്തിൽ സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്കുമുള്ള അവശ്യവസ്തുക്കൾ വിൽക്കുന്ന ആളുകളായിട്ട് മാറി. This led to urban growth around temples and the rise of temple towns. Somnath in Kathiawar, Kanchipuram, Tanjavur and Gangaikonda Cholapuram in Tamil Nadu, Vidisha in Madhya Pradesh and Tirupati in Andhra Pradesh were important temple towns in the medieval period. Okay, some of these towns like Kanchi and Tanjavur were administrative capitals where the local rulers had built temples. ചില ടെമ്പിൾസിൽ കാഞ്ചിയും തഞ്ചാവൂരും ഒക്കെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽസ്, അതായത് റൂളേഴ്സ് ഭരിക്കുന്നതിന് ക്യാപിറ്റലും കൂടിയാണ്. കാരണം ഇവിടെ ലോക്കൽ റൂളേഴ്സാണ് ഈ അമ്പലങ്ങൾ ഉണ്ടാക്കിയെന്നുള്ള കാരണത്താൽ. ഇൻ ഡ്യൂ കോഴ്സ് ദീസ് ആൻഡ് സെവറൽ അതർ ടെമ്പിൾ ടൗൺസ് ബിക്കെയിം സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആസ് വെൽ. സോ ദീസ് ടൗൺസ് വർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നമ്പർ ഓഫ് റീസൺസ്. ഈ ടൗൺസ് ഇമ്പോർട്ടൻ്റ് ആണ് പല കാരണങ്ങളാൽ. കാരണം റൂളേഴ്സിൻ്റെ ക്യാപിറ്റലായിട്ടും അമ്പലങ്ങളുടെ ടൗൺസായിട്ടും അതിൻ്റെ പല ഇമ്പോർട്ടൻസ് ഉള്ള ടൗൺസായിട്ട് ഇത് വളർന്നു. സിൻസ് ആൻഷ്യൻ ടൈംസ് ഡെവലപ്ഡ് അറ്റ് പ്ലേസസ് ഓഫ് പിൽഗ്രിമേജ്, അല്ലേ? ആൻഷ്യൻ ടൈമിൽ തന്നെ ടൗൺസ് വളർന്നിട്ടുണ്ട് പിൽഗ്രിമേജ് ഏരിയാസിൽ. സച്ച് ആസ് കാശി, പ്രയാഗ്, വൃന്ദാവൻ നിയർ മധുര ആൻഡ് പുഷ്കർ നിയർ അജ്മീർ. ഇത്രയും ടൗൺസ് ആൻഷ്യൻ ടൈമിൽ തന്നെ അമ്പലങ്ങളുടെ ചുറ്റുപാടുമായിട്ട് വളർന്നിരുന്നു. ഇൻ ദ മെഡീവൽ പീരീഡ് സെറ്റിൽമെൻറ്റ് ഓൾസോ ഡെവലപ്ഡ് അറൗണ്ട് ദ ഷ്രിൻസ് ഓഫ് സെവറൽ സൂഫി സെയിൻസ്. സൂഫി സന്യാസിമാരെ മറവ് ചെയ്തിട്ടുള്ള ശവകുടീരങ്ങളുടെ ഏരിയാസും എന്ത് ചെയ്തു, ടൗൺസ് വളരാൻ തുടങ്ങി. ഇൻ അജ്മീർ ഫോർ എക്സാമ്പിൾ എ സെറ്റിൽമെൻറ്റ് ഗ്രൂ അറൗണ്ട് ദ ദരാഗ ഷിൻ ഓഫ് സെയിൽ ഖ്വാജ മൊയ്തീൻ ചിസ്റ്റി. സൂഫിസത്തിൽ വിശ്വസിച്ചത്, അല്ലെങ്കിൽ സൂഫിമാരുടെ പ്രധാനപ്പെട്ട ഒരു സെയിൻ്റ് ആയിരുന്നു, സന്യാസിയായിരുന്നു ഖ്വാജ മൊയ്തീൻ ചിസ്റ്റി. അയാളെ മറവ് ചെയ്തിരുന്ന ഏരിയ ഒരു ആരാധനാലയമായിട്ട് മാറി അതിന് ചുറ്റുമായിട്ട് ഒരു ചെറിയ ടൗണായിട്ട് വളർന്നു എന്നുള്ളതാണ് സേഹിയ. ദ ടൗൺ ഓഫ് അമൃതസർ ഡെവലപ്ഡ് അറൗണ്ട് ദ സിഖ് ഷ്രിൻ ഹർമന്ദർ സാഹിബ്. അതുപോലെ സിഖുകാരുടെ സന്യാസിയായിരുന്ന ഹർമന്ദർ സാഹിബിനെ മറവ് ചെയ്തിരുന്ന ഏരിയാസിൽ എന്താണ് ഒരു ടൗണായിട്ട് അമൃതസറിലും വളർന്നു. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ടെമ്പിൾ ടൗൺ ആൻഡ് പിൽഗ്രിമേജ് സെൻറ്റേഴ്സ്. നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി കൊമേഴ്ഷ്യൽ ടൗൺസ്, അതായത് കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ടൗൺസായിട്ടും വളർന്നു. How is that? സെൻറ്റേഴ്സ് ഓഫ് ട്രേഡ്, കച്ചവടത്തിൻ്റെ കേന്ദ്രങ്ങൾ.
ബിസി അർബൻ സെൻറ്റേഴ്സ് ഡെവലപ്ഡ് അലോങ് ഇമ്പോർട്ടൻറ്റ് ട്രേഡ്. അർബൻ സെൻറ്റേഴ്സ് ഡെവലപ്ഡായി ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസിൽ. ട്രേഡ് റൂട്ട്സ് എമംഗ് സച്ച് ടൗൺസ് വർ ഏതൊക്കെയായിരുന്നു? ഓഷ്യൻ ആൻഡ് ബയാന ഇൻ രാജസ്ഥാൻ, പാട്ന ഇൻ ബീഹാർ ആൻഡ് കുംഭകോണം ഇൻ തമിഴ്നാട്. Sometimes a town developed out of large village which had a മന്തി. ചിലപ്പോൾ വലിയ വില്ലേജസിൽ വരെ ടൗൺ വളരാറുണ്ട്, അവിടെ മന്തി ഉള്ളതുകൊണ്ട്. എന്താണ് മന്തി? ഹോൾസെയിൽ മാർക്കറ്റ്, അതായത് ഒന്നിച്ച് ഐറ്റംസ് വിൽക്കുന്ന മാർക്കറ്റിനെയാണ് മന്തി എന്നറിയപ്പെടുന്നത്. ആ മന്തിയുള്ള ഏരിയയിലും ടൗൺ ആയിട്ട് വളർന്നു. ഓർ വേർ ഹാർട്സ് അല്ലെങ്കിൽ ഒക്കേഷണൽ മാർക്കറ്റ്, അതായത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മാർക്കറ്റ് ഉണ്ടോ, ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ, അത്തരത്തിലുള്ളതാണ് ഹാർട്സ്. ഹാർട്സുള്ള ഏരിയയും ടൗൺ ആയിട്ട് വളർന്നു. ഓർ മേളാസ് അല്ലെങ്കിൽ വല്ല വർഷത്തിലൊക്കെ മേളകൾ നടക്കുന്ന ഏരിയയും ടൗൺ ആയിട്ട് വളർന്നു. വേർ ഹെൽഡ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഫ്രം നിയർ ആൻഡ് ഫാർ ഗാദർഡ് ഹിയർ ടു ട്രേഡ്. അടുത്ത് നിന്നും ഒരുപാട് ദൂരെ നിന്നും വാങ്ങാനും വിൽക്കാനും വരുന്ന ആളുകൾ ഇവിടെ വരാൻ തുടങ്ങി. ദ ഐറ്റംസ് ഓഫ് ട്രേഡ് ഇൻക്ലൂഡഡ് സഫ്രോൺ. എന്തെല്ലാം ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? സഫ്രോൺ, സോൾട്ട്, സ്പൈസസ്, ഹോഴ്സസ് ആൻഡ് കാറ്റിൽ. Merchants had to pay taxes on their goods to the local സാമന്ത. അല്ലേ? മെർച്ചൻസ് എന്ത് ചെയ്തു? കച്ചവടക്കാരെന്ത് ചെയ്തു? ടാക്സസ് ഈടാക്കി ഓൺ ദെയർ ഗുഡ്സ്, അവരുടെ ഐറ്റംസ്, ടു ദ ലോക്കൽ സാമന്ത. അല്ലേ? ലോക്കൽ സാമന്ത എന്ന് പറഞ്ഞാൽ ആ ഏരിയസിലുള്ള വിൽപ്പനക്കാർക്കും ജമീന്ദാസിനും റിലീജിയസ് അതോറിറ്റീസിനൊക്കെ അവർ വിൽക്കുന്ന ഐറ്റംസിന് ടാക്സസ് ഈടാക്കി. എമംഗ് ദ ഫെയർസ് ദാറ്റ് ആർ സ്റ്റിൽ ഫേമസ് ആർ ദ. അന്നുണ്ടായിരുന്ന മേളകൾ ഇപ്പോഴും ഫേമസ് ആയ മേളകളുണ്ട്. വൺ ഹെൽഡ് ഇൻ പുഷ്കർ ഇൻ രാജസ്ഥാൻ ആൻഡ് സോൺപൂർ ഇൻ ബീഹാർ. ബീഹാറിലുള്ള സോൺപൂർ മേള, രാജസ്ഥാനിലുള്ള പുഷ്കർ മേളയൊക്കെ മിഡീവൽ ടൈമിൽ തുടങ്ങിയതാണ്, അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. മുഗൾ എംപറർ ജഹാംഗീർ ആൻഡ് ഹിസ് സക്സസർ അലോഡ് യൂറോപ്യൻ ട്രേഡേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ട്രേഡ് സെറ്റിൽമെൻറ്റ്സ് അറ്റ് വേരിയസ് പ്ലേസസ്. നമ്മൾ കണ്ടു ജഹാംഗീർ യൂറോപ്യൻ കൺട്രീസുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ട്രേഡ് അവർ അയാളുടെ ഏരിയാസിൽ അല്ലേ കച്ചവടം നടത്താനൊക്കെ അയാൾ അനുമതി കൊടുത്തിരുന്നു നോക്കി അല്ലേ. സോ അപ്പോൾ മുഗൾ എംപററായിട്ടുള്ള ഷാജഹാൻ ആ സമയത്ത് കൊടുത്തിരുന്ന എന്താണ് അല്ലേ കച്ചവടം നടത്താൻ കൊടുത്തിരുന്ന ഏരിയാസാണ് സൂററ്റ്, ബോംബെ, പോണ്ടിച്ചേരി, മദ്രാസ്, മസൂലിപ്പട്ടം ആൻഡ് കൽക്കട്ട. By the end of the 17th century, these settlements developed into busy towns. 17th century അവസാനമാകുമ്പോഴത്തേക്ക് ഈ സെൻറ്റേഴ്സ് എല്ലാം വലിയ ടൗൺ ആയിട്ട് വളർന്നു. The most important item bought by the European traders was Indian cloth. യൂറോപ്യൻ ട്രേഡേഴ്സ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന മെയിനായിട്ടുള്ള ഐറ്റം ഇന്ത്യൻ ക്ലോത്ത് ആയിരുന്നു. ഇപ്പം നമ്മൾ ട്രേഡ് നടത്തിയിരുന്നിടത്ത് ടൗൺ ആയിട്ട് വളർന്നു നടക്കേണ്ടത്. ഇനി സെൻറ്റേഴ്സ് ഓഫ് ക്രാഫ്റ്റ്, പലതരത്തിലുള്ള കൈകൊണ്ടുണ്ടാക്കുന്ന ഐറ്റംസ് ഉണ്ടാക്കി വിൽക്കുന്ന ഏരിയയും ടൗൺ ആയിട്ട് വളർന്നു. അതാണ് സെൻറ്റേഴ്സ് ഓഫ് ക്രാഫ്റ്റ്. സംടൈംസ് എ ടൗൺ സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പെർട്ടിക്കുലർ ക്രാഫ്റ്റ്. അല്ലേ? ചില സമയത്ത് ടൗൺ വളരാൻ തുടങ്ങി എന്താണ് ക്രാഫ്റ്റിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ. എക്സാമ്പിൾ പാറ്റൺ, ബുർഹാൻപൂർ, കാശി, ധാക്ക, ദേവഗിരി ആൻഡ് കാഞ്ചി were important centers of textile production, and Agra was famous for woven carpets. കൈകൊണ്ടുണ്ടാക്കി നെയ്തുണ്ടാക്കുന്ന കാർപ്പറ്റ് ഉണ്ടാക്കുന്ന ഏരിയ, ഇതെല്ലാം ഉണ്ടാക്കുന്ന ഏരിയ ടൗൺ ആയിട്ട് വളർന്നു. The metal workers of Chola kingdom specialized in making the bronze sculptures. ബ്രോൺസ് മെറ്റലിൽ പ്രതിമകൾ ഉണ്ടാക്കുക എന്നുള്ളതിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ പാട്രണൈസ്ഡ് ബൈ ദ ഡെക്കാൻ റൂളേഴ്സ്, അവർ ആ ബ്രോൺസിൽ അല്ലേ പ്രതിമകൾ ഉണ്ടാക്കുന്നതിന് ഉള്ള ആളുകളെ ഡെക്കാൻ റൂളേഴ്സിൻ്റെ അണ്ടറിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ബ്രോൺസ് പ്രതിമകൾ ഇവരുണ്ടാക്കിയിരുന്നത്. The metal workers of Bidar in Karnataka specialized in the art working of silver to intricate design on black metal. അതുപോലെ കർണാടകയിലുള്ള ബിദാർ എന്നുള്ള ഏരിയാസിൽ മെറ്റൽ വർക്കേഴ്സ് ഉണ്ട്, മെറ്റൽസിൽ പല ഐറ്റംസ് ഉണ്ടാക്കുന്ന അവരെന്താണ് ഉണ്ടാക്കിയിരുന്നത്? വർക്കിംഗ് സിൽവർ, വെള്ളിയിൽ ഇൻട്രിക്കേറ്റ് ഡിസൈൻ ഓഫ് ബ്ലാക്ക് മെറ്റൽ, വെള്ളിയുടെ കൂടെ എന്താണ് ബ്ലാക്ക് മെറ്റൽ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇവർ ചെയ്തിരുന്നത്. ദിസ് ക്രാഫ്റ്റ് ഈസ് കോൾഡ് ബിദ്രി. അപ്പോൾ വെള്ളിയിൽ ബ്ലാക്ക് മെറ്റൽ യൂസ് ചെയ്തിട്ട് അല്ലേ ബ്ലാക്ക് മെറ്റൽ കൊണ്ടുള്ള ഇൻട്രിക്കേറ്റ് ഡിസൈൻ, നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഡിസൈൻ ചെയ്യുന്നതിനെയാണ് ബിദ്രി എന്ന് പറയുന്നത്.
ആഫ്റ്റർ ബിദാർ, കാരണം കർണാടകയിലെ ബിദാർ എന്നുള്ള ഏരിയയിലുള്ള ആളുകളാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ ഓർണമെൻറ്റ്സിന് ബിദ്രി എന്ന പേര് കിട്ടി. ഓക്കെ. ക്രാഫ്റ്റ് ഫ്ലോറിഷ്ഡ് വില്ലേജസ് ആണ്. വില്ലേജ് ഏരിയാസിൽ ക്രാഫ്റ്റ് വളർന്നു. സം മെർച്ചൻറ്റ് സർവ്ഡ് ആസ് മിഡിൽ മെൻ ഹു ക്യാരിഡ് ഗുഡ്സ് ഫ്രം വില്ലേജസ് ടു നിയറസ്റ്റ് മാർക്കറ്റ് ഓർ ടൗൺസ്. അല്ലേ, വില്ലേജ് ഏരിയാസിൽ ക്രാഫ്റ്റ്സ് ഉണ്ടാക്കിയപ്പോൾ അവിടെ മിഡിൽ മെൻ ഉണ്ടായി, അതായത് വില്ലേജിൽ നിന്നും ഈ ഐറ്റംസ് മാർക്കറ്റിൽ എത്തിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. ഇനി അടുത്ത ടൗൺ പോർട്ടാണ്, അതായത് കപ്പലടിപ്പിക്കുന്ന ഏരിയയും ടൗണായിട്ട് വളർന്നു. ഇന്ത്യസ് ഓവർസീസ് ട്രേഡ് വിത്ത് റീജിയൻ സച്ച് ആസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ, ചൈന ആൻഡ് യൂറോപ്പ് led to the growth of large number of port towns along the coast. അല്ലേ, എന്താണ് ഇന്ത്യസ് ഓവർസീസ് ട്രേഡ്, ഇന്ത്യയിൽ അല്ലേ കടലിൽ കടന്നിട്ടുള്ള കച്ചവടം അല്ലേ, വിത്ത് റീജിയൻസ്. ഏതൊക്കെ റീജിയൻസ് ആയിട്ട് ഇന്ത്യക്ക് കച്ചവടം ഉണ്ടായിരുന്നത്? സൗത്ത് ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ, ചൈന, യൂറോപ്പ്. ഇതെല്ലാം എന്ത് ചെയ്തു? ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് ലാർജ് നമ്പർ ഓഫ് പോർട്ട് ടൗൺസ്. ഇത് കാരണം കപ്പലടുപ്പിക്കുന്ന ഏരിയയും പോർട്ട് ടൗൺ ആയിട്ട് വളർന്നു. എലോങ് ദ കോസ്റ്റ്, കടലിനോട് ചേർന്ന്. എമംഗ് ദ ഫ്ലോറിഷിംഗ് പോർട്ട് ഓഫ് ദ മിഡീവൽ പീരീഡ് വർ, അത്തരത്തിൽ മിഡീവൽ ടൈമിൽ വളർന്നു വന്ന ഫ്ലോറിഷിംഗ് പോർട്ടാണ് സൂററ്റ്, ബ്രോച്ച് ആൻഡ് കാംബെ ഇൻ ഗുജറാത്ത്. ബസേലി, അതായത് ഇന്നത്തെ അന്നത്തെ പേരുകളാണ് പറയുന്നത് കേട്ടോ. ഡാബോൾ, സന്താബോൾ അല്ലോ, അതായത് സൂററ്റ്, ബ്രോച്ച്, ബാരച്ച് എന്നാണ് അറിയപ്പെട്ടത്. ആൻഡ് കാംബെ ഇൻ കമ്പാട്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇൻ ഗുജറാത്തിൽ. ബസേലിൻ അന്നറിയപ്പെടുന്ന വസായ് എന്നാണ്. ദാബോൾ, സന്താബോൾ അത് ഗോവയിലായിരുന്നു. ആൻഡ് ബാദ്കാർ ഓൺ ദ കൊങ്കൺ കോസ്റ്റ്, കാലിക്കറ്റ് ആൻഡ് കൊച്ചിൻ ഓൺ മലബാർ കോസ്റ്റ്, ആൻഡ് മസൂലിപ്പട്ടം, സാറ്റ്കോൺ, സനാർഗോൺ ആൻഡ് ചിറ്റാഗോൺ ഓൺ ദ ഈസ്റ്റേൺ കോസ്റ്റ്. Foreign traders including Arabs, Persians, Syrian, Christian and Europeans settled in these ports. ഇത്രയാണ് പോർട്ട് ടൗൺസ്. ഓക്കെ, ടുഡേ we studied about the administrative 3 types of towns: administrative centers, temple or pilgrimage centers, commercial towns. Okay, the next we need to study about the traders and craftsmen, that we can study in the next class. What we studied today, you should read minimum 5 times. Okay, thank you.